എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിന്റെ കട്ടിൽ മോഷ്ടിക്കാൻ ശ്രമം. പൂർവ്വ വിദ്യാർത്ഥിയായ ആൻസ്റ്റനാണ് 8 കട്ടിലുകൾ മോഷ്ടിച്ച് കടത്താൻ ശ്രമിച്ചത്. പോർട്ടർ വഴി വാഹനം ബുക്ക് ചെയ്ത് കട്ടിൽ കടത്താൻ ശ്രമിച്ചപ്പോഴാണ് ഹോസ്റ്റൽ വാർഡൻ പിടികൂടിയത്. കട്ടിലിലെ മൂട്ടശല്യം ഒഴിവാക്കാൻ കെമിക്കൽ അടിക്കാൻ കൊണ്ടുപോകുന്നു എന്നതായിരുന്നു ഇയാളുടെ ന്യായം. പ്രതിയെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തായാലും നമ്മൾ പലതരത്തിലുള്ള മോഷണങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വന്തം ഹോസ്റ്റലിലെ കട്ടിൽ മോഷ്ടിച്ചിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥി. ഇത് മഹാരാജാസ് കോളേജ് ഹോസ്റ്റലാണ് ഇന്ന് പുലർച്ചെ ഈ മോഷണ ശ്രമം നടന്നത്. 2024 ബോട്ടണി പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയതാണ് അങ്കമാലി സ്വദേശിയായ ആസ്റ്റൺ. ഈ ആസ്റ്റൺ ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിയോടെ കോളേജ് ഹോസ്റ്റലിൽ എത്തുകയും ഈ 8 കട്ടിലുകൾ അവിടെ നിന്ന് കടത്തുകയും ചെയ്തു. ഇത് ഈ ഓൺലൈൻ പോർട്ടലിൽ നിന്ന് ഒരു വാഹനം ബുക്ക് ചെയ്ത് ആ വാഹനത്തിൽ കയറ്റിയാണ് ഈ കട്ടിലുകൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ 8 കട്ടിലാണ് ആൻസൺ അവിടെ നിന്ന് മോഷ്ടിച്ചത്. അതിൽ ചില കട്ടിലുകളുടെ ഭാഗങ്ങളെല്ലാം പല അഴിച്ചു മാറ്റി ആണ് ഇതിലെല്ലാം കൂടി കൃത്യമായിട്ട് ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഈ വാഹനമായി പുറത്തേക്ക് പോകാനായിരുന്നു ആൻസ്റ്റന്റെ തീരുമാനം. പക്ഷേ അതിനിടയിൽ കോളേജ് ഹോസ്റ്റലിലെ വാർഡന്റെ ശ്രദ്ധയിൽപ്പെടുകയും വാർഡൻ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ആസ്റ്റനോട് ഇത് എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആസ്റ്റന്റെ മറുപടി ഈ കട്ടിൽ മൂട്ടയുണ്ടെന്ന് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞു. അപ്പോൾ അങ്കമാലിയിലുള്ള ഒരു കടയിൽ കൊണ്ടുകൊടുത്ത് അത് ഈ മൂട്ടയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കട്ടിൽ കൊണ്ട് തിരികെ വരാമെന്നായിരുന്നു ആസ്റ്റൺ ഈ വാർഡനോട് പറഞ്ഞത്. പക്ഷേ വാർഡന് സംശയം തോന്നി, ആരാണ് അങ്ങനെ നിർദ്ദേശം നൽകിയത്, ഈ കട്ടിലുകൾ കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകിയെന്ന ചോദ്യത്തിന് ആസ്റ്റൺ ഉത്തരമുണ്ടായില്ല. ഉടനെ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ആസ്റ്റനെയും ഈ മോഷ്ടിച്ച കട്ടിലും കൈയോടെ പൊക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെയാണ് ഈ തൊണ്ടിമുദ്ര അടക്കമുള്ളത്. എന്തായാലും ഈ ജീപ്പ്, ഈ വാഹനം കൊണ്ടുവന്ന ആളുടെ വാഹനം ഉൾപ്പെടെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഒരു നിരപരാധിയായിട്ടുള്ള ആളാണ്. അയാൾ പറയുന്നത് തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തതനുസരിച്ചാണ് താൻ അവിടെ വന്നത്, അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് ഈ ഡ്രൈവർ പറഞ്ഞത്. എന്തായാലും പോലീസ് ഡ്രൈവറെയും വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ആസ്റ്റൻ മാത്രമായിരുന്നോ അതോ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ആസ്റ്റൻ പറയുന്നത് പ്രകാരം മൂട്ടയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കട്ടിലെടുത്തുകൊണ്ട് പോയതാണ്. പക്ഷെ അത് പോലീസിന് അത്ര വിശ്വാസം വന്നിട്ടില്ല. അത് ആരാണ് അങ്ങനെ നിർദ്ദേശം നൽകിയതെന്നൊക്കെ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. എന്തായാലും സ്വന്തം കോളേജ് ഹോസ്റ്റലിലെ കട്ടിലാണ് ഇപ്പോൾ ആസ്റ്റൻ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇനിയിപ്പോൾ ഈ കട്ടിലിനോടുള്ള സ്നേഹം കൊണ്ടാണോ, കുറച്ച് നാളൊക്കെ ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ കിടന്ന കട്ടിലില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം കൊണ്ടാണോ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പോലീസ് ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.